റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ ആരാണ്? അത് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഷാജി എൻ കരുൺ. 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം ഷാജി എൻ കരുൺ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയായ രാജ്യമേതാണ്? സിംഗപ്പൂരാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സിംഗപ്പൂരാണ്. ഏത് വൈറസ് മൂലമാണ് മുണ്ടിനീര് പകരുന്നത്? പാരമിക്സോ വൈറസ് ആണ്. ഏത് വൈറസാണ് മുണ്ടിനീര് പകർത്തുന്നത്? അത് പാരമിക്സോ വൈറസ് ആണ്. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡി 2024 മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ആര്യാന സബലെങ്ക. 2024 ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ്? സാമന്ത ഹാർവിയാണ്. ബുക്കർ പുരസ്കാരം സാമന്ത ഹാർവി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ.വി. ദാസ് പുരസ്കാരം, അതായത് 1,00,000 രൂപ ലഭിച്ചത് എം. ലീലാവതിക്കാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് തയ്യിബ് ഇക്രം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കുവാനായിട്ട് അമിക്കസ് ക്യൂറിയായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? അഡ്വക്കേറ്റ് മിത സുധീന്ദ്രനാണ്. അടുത്തത് 2020 തുടർച്ചയായി 5 സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പിക്കാനായിട്ട് ആരംഭിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടുലിപ്പ്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പം 60 ഇരട്ടി ഭാരവുമായി കണ്ടെത്തിയ ഗ്രഹമാണ് TOI 6651b. TOI 6651b. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിച്ച വനിതയാണ് സൂസി വിൽസ്. ലോകത്തെ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ട് വരച്ച ചിത്രം $13 കോടി അടുത്തിടെ ലേലത്തിന് വിറ്റുപോയി. ആർട്ടിസ്റ്റിൻ്റെ പേരാണ് എയ്ഡ. ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ലാപത ലേഡീസ് എന്ന ചലച്ചിത്രത്തിൻ്റെ പേര് എങ്ങനെയാണ് മാറ്റിയത്? ലോസ്റ്റ് ലേഡീസ്. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആര്? ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ BR ഗവായി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് PR ശ്രീജേഷ്. ആലപ്പുഴയിൽ നിന്നുള്ള KCG അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ദഫേദാർ അല്ലെങ്കിൽ കളക്ട്രേറ്റ്. കാലാവസ്ഥാ വ്യതിയാനത്താൽ നരകയാതന അനുഭവിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകി 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി നടന്നതെവിടെയാണ്? ബാക്കു. ജലദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. സത്യജിത്ത് റായ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ച ഓസ്ട്രേലിയൻ സംവിധായകനാണ് ഫിലിപ്പ് നോയ്സ്. 2024 നവംബർ 14 ഏത് മലയാള സാഹിത്യകാരൻ്റെ ജന്മശതാബ്ദിയാണ് ആഘോഷിച്ചത്? പാറപ്പുറത്തിൻ്റെതാണ്.